അല്ലാണ്ട് വണ്ടി ഞാൻ മുറിങ്ങൂര് എനിക്ക് ബാങ്കിലേക്ക് ഒന്ന് പോകണം. കാര്യമായിട്ട് വരുന്നതാണ്. ഇപ്പൊ അരമണിക്കൂറായി നടക്കണം. അരമണിക്കൂർ മുമ്പോട്ട് ബ്ലോക്കാണ്. അത് കാരണം വണ്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ നടന്നു മുറിങ്ങൂരെത്തി. ഇനി ബാങ്കിൽ പോകണം. ബാങ്കിൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോകണം. എന്ത് വണ്ടിയാ? എന്റെ സ്കൂട്ടറാണ്. സ്കൂട്ടർ പോലും വരാൻ പറ്റില്ല, അത്രയ്ക്കും ബ്ലോക്കാ. ഈ ഗതാഗതക്കുരുക്കിൽ ആംബുലൻസ് കുടുങ്ങിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചാലക്കുടിയിൽ നിന്ന് വിഷ്ണു പ്രകാശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, വല്ലാത്ത കഷ്ടമാണ്. ആളുകളൊക്കെ തന്നെ വാഹനങ്ങൾ ഉപേക്ഷിച്ച് നടന്നു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ തുടങ്ങിയ ബ്ലോക്കാണ്. ഇപ്പോഴും അവസ്ഥ ഒട്ടും തന്നെ മാറിയിട്ടില്ല. ജനങ്ങളൊക്കെ വലിയ രീതിയിൽ കഷ്ടത്തിലാണല്ലേ? ജയലക്ഷ്മി, തീർച്ചയായും ഇന്നലെ അർദ്ധരാത്രി മുതൽ ഈ പ്രദേശത്ത് ശക്തമായ ബ്ലോക്കാണ്. ആളുകൾക്ക് ഒരു തരത്തിലും ഇവിടെ നിന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു നിലവിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നത്. കാരണം കുടകര മുതൽ ഉള്ള ഒരു 11 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ കടുത്ത ബ്ലോക്ക് ഉള്ളത്. അതിൽ തന്നെ ഇപ്പോൾ നമ്മളുള്ളത് ചാലക്കുടി മേൽപ്പാലത്തിന്റെ സമീപത്താണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. നീണ്ട നിരയുണ്ട്. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറിയ ബസ്സുകൾ, അതുപോലെ ടൂറിസ്റ്റുകാരുടെ വാഹനങ്ങൾ, അതുപോലെ വലിയ ഗുഡ്സ് ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ ഇവിടെ നിരന്ന് കിടക്കുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ ചെറിയൊരു മൂവ്മെന്റ് കിട്ടുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഈ വാഹനങ്ങൾക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. പല ആവശ്യങ്ങൾക്കായിട്ട് പല മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിന്റെ വടക്കൻ മേഖലയിൽ നിന്നും അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ജനങ്ങളാണ് ഇപ്പോൾ ഇതിൽ ഒരു ബുദ്ധിമുട്ടി കിടക്കുന്നത്. രാവിലെ മറ്റും അവർക്ക് പറഞ്ഞ സ്ഥലത്ത് എത്തേണ്ടതായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരു തരത്തിലും അവർക്ക് ഈ ഒരു തൃശ്ശൂർ ജില്ല വിടാൻ ആകുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. രാവിലെ മുതൽ നമ്മൾ ഈ വാർത്തകൾ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മണിക്കൂറുകൾ ആയി ബ്ലോക്കിൽ കിടക്കുന്ന ആളുകളും നിരവധി ആളുകൾ ഇത്തരത്തിൽ നമ്മളോട് പ്രതികരണം അടക്കം നൽകുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മറ്റൊരു പ്രത്യേക കാര്യമുണ്ട്. നാളെ ചിങ്ങം 1 പ്രമാണിച്ച് ശബരിമല തീർത്ഥാടനത്തിന് നട തുറക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ശബരിമല തീർത്ഥാടകരുണ്ട്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ശബരിമല തീർത്ഥാടകരുണ്ട്. അവരെല്ലാവരും ഇത്തരത്തിൽ ഈ ബ്ലോക്കിൽ പെട്ടുകിടക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഒരു വാഹനത്തിൽ ചേട്ടാ എത്ര നേരം ബ്ലോക്ക് തുടങ്ങിയിട്ട്? നേരത്തെ എറണാകുളം എത്ര വണ്ടിയാണ്. എപ്പോൾ പോകുന്നതാ? ഞാൻ രാവിലെ 7 മണിക്ക് പോകുന്നതാണ് പാലക്കാട്ടിൽ നിന്ന്. ഇനി എത്താൻ നേരമില്ല. 7 മണിയായിട്ട് ഇനി എത്താൻ എല്ലാവരുടെയും ബ്ലോക്കാണ്. കുതിരാൻ കഴിഞ്ഞ കംപ്ലീറ്റ് ബ്ലോക്കാണ് ഇതുവരെ. 4 മണിക്ക് മെഡിക്കൽ എത്തിയിരിക്കുകയാണ്. 4 മണിക്ക് വണ്ടി അവിടെ എത്തേണ്ട വണ്ടിയാണ്. ഇനി ഒപ്പം എത്തുന്ന അറിയത്തില്ല. ഇതാണ് പാലക്കാട് നിന്ന് പോകുന്ന ഒരു വാഹനം ഓടിക്കുന്ന ഒരാളാണ് പറഞ്ഞത്. പാലക്കാട് നിന്ന് ഏകദേശം എറണാകുളം എത്താൻ ഒരു 3 മണിക്കൂർ അധികം പോയി കഴിഞ്ഞാൽ 4 മണിക്കൂർ, ഒരു 10 മണിയോട് കൂടിയൊക്കെ എത്തേണ്ട ഒരു വാഹനമാണ് ഇപ്പോഴും ചാലക്കുടി ആയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്നും മുരിങ്ങൂർ വരെ എത്താൻ നേരത്തെ അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ച ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചാലക്കുടിയിൽ നിന്നും ഈ മുരിങ്ങൂർ എന്ന് പറയുന്ന പ്രദേശത്തോട്ട് കേവലം 15 മിനിറ്റ് മാത്രം മതി. 4 കിലോമീറ്റർ താഴെ മാത്രം ദൂരമുള്ള ഏരിയയാണ്. അതും ദേശീയപാതയാണ്. ദേശീയപാതയിൽ നിന്ന് പറഞ്ഞാൽ എത്രയും വേഗം എത്താൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു പാതയാണ്. ആ ദൂരം താണ്ടാനായി എടുക്കുന്നത് 2 മണിക്കൂറോളമാണ്. അപ്പോൾ എത്രത്തോളം ആ ഒരു ദുർഘടമാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. പ്രധാനമായും ആംബുലൻസ് വരെ കുടുങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നലെ 11 മണിക്ക് തുടങ്ങിയ ബ്ലോക്കാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ചെറിയ രീതിയിലാണ് വാഹനങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ട്രാഫിക് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ എത്തിയിട്ടുണ്ടോ കൂടുതൽ ആളുകൾ? ഈ ബ്ലോക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണ്ടേ? കാരണം രാവിലെ തൊട്ട് കിടക്കുന്ന ആളുകളാണ്. പോലീസുകാർ അടക്കമുള്ള ഈ സേനാ വിഭാഗങ്ങൾ, സുരക്ഷാ വിഭാഗങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ചെയ്യുന്നതിലൊരു പരിമിതിയുണ്ട്. കാരണം ഈ ഇത്രയും വാഹനങ്ങൾ വന്നത്, ഇന്നലെ പോലീസുകാരോട് അല്പം മുമ്പ് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു വാഹനം തടിലോറി മറിഞ്ഞിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെ ഒരു തടിലോറി മറിഞ്ഞിരുന്നു. അതിനെ തുടർന്നുണ്ടായിരുന്ന ബ്ലോക്കാണ്. പക്ഷേ അതിനുശേഷം ആ വാഹനം മാറ്റിയ വീണ മരമെല്ലാം ആ റോഡിൽ നിന്ന് മാറ്റിയെങ്കിലും റോഡ് ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലോട്ട് ആയിട്ടില്ല. അതിന് ഒരു കാരണം, ഒന്ന് ആ തടിലോറി വീണത് ഒരു കാരണമാകാം. പക്ഷേ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ആ നിർമ്മാണ പ്രവൃത്തികളിൽ ഉണ്ടാകുന്ന ഒരു കാലതാമസം, അല്ലെങ്കിൽ ആ റോഡുകൾ ദേശീയപാത നിർമ്മാണം നടക്കുമ്പോൾ അതിന് ബദലായി ഒരുക്കേണ്ട അതിൻ്റെ മറ്റൊരു ബദൽ മാർഗം ഒരുക്കണം. എന്നാൽ ഈ സർവീസ് റോഡും എല്ലാം കുഴിയാണ്. നമുക്ക് ആള് തന്നെ കാണാൻ പറ്റാത്ത തരത്തിൽ അത്രയും ആഴമുള്ള കുഴികളുള്ള ഒരു പ്രദേശമാണ് ഈ ചാലക്കുടി, അതുപോലെ മുരിങ്ങൂർ, കൊടകര ഭാഗത്തെല്ലാം ആ സർവീസ് റോഡുകളുടെ അവസ്ഥയും മോശമാണ്. എന്നാൽ അത് വൃത്തിയാക്കാതെ, അല്ലെങ്കിൽ അത് ഉപയോഗപ്രദമാക്കാത്ത രീതിയിൽ ഒരു ദേശീയപാത നിർമ്മാണത്തിലോട്ട് കടന്നതാണ് ഇത്തരത്തിൽ വലിയ ഗതാഗത കുരുക്കിന് കാരണമായത് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ പോലീസെല്ലാം ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, പോലീസുണ്ട്. അല്പം മുമ്പ് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 8 മണി മുതൽ അവർ ആരംഭിച്ച ഡ്യൂട്ടിയാണ്. പക്ഷേ ഇപ്പോഴും ഒരു പരിധിവരെ ബ്ലോക്ക് നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ബ്ലോക്ക് മാറ്റാൻ സാധിച്ചിട്ടെങ്കിലും പൂർണ്ണമായും ആ ബ്ലോക്കിൽ നിന്ന് ആളുകൾക്കൊരു ഉപകാരം ഉണ്ടാക്കി കിടക്കില്ലെങ്കിൽ അവർക്ക് പോകുന്ന നിലയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസുകാരും പറയുന്നത്. നിരവധിയായിട്ടുള്ള പോലീസുകാരുണ്ട്. ഇപ്പോൾ കൊടകര മുതലുള്ള ഈ ഒരു
ദൂരം എന്ന് പറയുന്നത് ഒരു 11 കിലോമീറ്റർ ദൂരമുണ്ട്. ആ ദൂരത്തെല്ലാം കൃത്യമായ ഇടവേളകളിൽ ഇടവിട്ട സ്ഥലങ്ങളിൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ അല്പം മുമ്പ് ആംബുലൻസ് പോയ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം പോലീസുകാരാണ് ആ വഴി ഒരുക്കി വിടുന്നത്. കാരണം അല്ലാതെ ആംബുലൻസിൽ കയറി പോകാൻ സാധിക്കുന്നതല്ല. കാരണം അത്രയ്ക്കും വണ്ടികളാണ്, ഒരു 2-3 ലൈനായി വണ്ടികൾക്ക് പോകാൻ സാധിക്കുന്ന ഒരു പാതയിൽ ഇപ്പോൾ 4ഉം 5ഉം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലൈൻ ഇല്ലാതെ അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ കിടക്കുന്നത്. അതിൽ ചെറിയ വാഹനങ്ങളുണ്ട്, വലിയ വാഹനങ്ങളുണ്ട്, അത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങളുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും വിഷ്ണു, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ലൈനൊന്നും കീപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നിരവധി വാഹനങ്ങളാണ് ചെറുതും വലുതുമായിട്ട് വന്ന് നിൽക്കുന്നത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ദുരന്ത കാഴ്ചയാണ് പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസൊക്കെ ഉണ്ട് എങ്കിലും അവർക്കും പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ് വിഷ്ണു പറയുന്നത്. ആംബുലൻസും വിവാഹ വാഹനങ്ങളും എന്ന് വേണ്ട എല്ലാവരും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്.